കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. നമ്മളെ ഗുരുവായൂരപ്പൻ്റെ അങ്ങനെ 10 ദിവസത്തെ ഉത്സവം വളരെ ഭംഗിയായിട്ട് പരിസമാപ്തിയായി ഇന്നലെ. ഇന്നും അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഉണ്ടായിച്ചാലും വളരെ മനോഹരമായ ഉത്സവമായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫോട്ടോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഫോട്ടോസാണ്. അതായത് ആറാട്ടിന് ഇറങ്ങുന്ന പഞ്ചലോഹ വിഗ്രഹം അതങ്ങനെ കാണാൻ പറ്റുന്ന അവസ്ഥയിലല്ല. അപ്പോൾ നമുക്ക് കിട്ടിയ ഫോട്ടോയിൽ അങ്ങനെ ഉണ്ട്, അത് കാണാം. അതുപോലെ ആ സ്വർണ്ണത്തിടമ്പ്, അത് പിന്നെ പുറത്തേക്ക് വരുന്ന ആ സ്വർണ്ണത്തിടമ്പാണ്. ഈ ഉത്സവത്തിന് മാത്രമാണത് ഉപയോഗിക്കുക. അതേപോലെ കൊടി ഇറങ്ങുന്ന ആ ഒരു ചിത്രം, അതും വളരെ മനോഹരമാണ്. അത്രയും കാര്യങ്ങൾ വളരെ ദുർലഭമായിട്ടാണ് കിട്ടാറുള്ളൂ. ആറാട്ടിൻ്റെ ചിത്രങ്ങളൊക്കെ കിട്ടാനൊക്കെ വളരെ നമുക്ക് അത്രയും ഭാഗ്യം ഉണ്ടാവണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ആ പഞ്ചലോഹ വിഗ്രഹം, അതേപോലെ ഭഗവതി തറയിൽ വന്നിട്ടുള്ള ആ ആറാട്ട് കടവിൽ നിന്നുള്ള ആ ഒരു അഭിഷേകം, അതൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയൂ, അല്ലാതെ കാണാൻ കഴിയില്ല. ഇതന്നെ കിട്ടുന്നത് നമ്മളെ പൂർവ്വപുണ്യ സുകൃതം എന്നേ പറയാൻ പറ്റും. അതല്ലാത്ത ഒരാൾക്കും അത് കാണാൻ കഴിയില്ല. അത്രയ്ക്കും അതിവിശിഷ്ടമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് ചെന്നാൽ കാണാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇത് കാണുന്ന ആളുകൾക്ക് അത്രയും ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് അർത്ഥം, മറ്റൊന്നുമല്ല. അത്രയ്ക്കും പ്രാധാന്യമാണ് ഗുരുവായൂരപ്പൻ്റെ ഈ വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുള്ള ആറാട്ട്, അതേപോലെ അഭിഷേകം. അത് കാണണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നമ്മൾ ഭാഗ്യം ചെയ്തിരിക്കണം. അത് കാണുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടു, അതുപോലെ നിങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ എല്ലാവരും കണ്ടോളുക, മനസ്സ് നിറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. ആ ഒറിജിനൽ വിഗ്രഹമാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അത് കണ്ട് തൊഴുക. മനസ്സിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ പറയുക, പ്രാർത്ഥിക്കുക. അത്രയ്ക്കും പ്രാധാന്യമാണ്. കാരണം നമ്മൾ നേരിട്ട് പോയാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ ഫോട്ടോസ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ അത്രയും പ്രശസ്തിയും പ്രസക്തവുമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് അറിഞ്ഞ് കണ്ട് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരിലേക്കും എത്തട്ടെ, എല്ലാ ഭക്തരിലേക്കും എത്തട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം കണ്ട പ്രതീതി ഉണ്ടാവട്ടെ. എല്ലാവർക്കും അത് ആ കൊടി ഇറങ്ങുന്ന ആ ദൃശ്യമാണ്. ആന കൊടി വലിച്ചിറക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാണാനും അത്രയ്ക്കും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ അത്രയ്ക്കും കാണാൻ കഴിയില്ല, നമുക്ക് കാണുന്ന പോലെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഗുരുവായൂരപ്പൻ നൽകട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഇനി നാളെ ഇപ്പോൾ തിരക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, തിരക്ക് തന്നെയാണ്. ആറാട്ട് കഴിഞ്ഞു, ഉത്സവം കഴിഞ്ഞു, പള്ളിവേട്ട കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നും നല്ല തിരക്കായിരുന്നു. നാളെയും തിരക്കുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതാണെന്ന് അറിയില്ല. എന്തായാലും ദർശനമൊക്കെ മനോഹരമായി കിട്ടട്ടെ. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.